ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ GST ആണ് കണ്ടിന്യൂ ചെയ്യണേ. GSTക്കകത്ത് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് കോൾഡ് ഇ-വേ ബിൽസ്. ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. മനസ്സിലായി? നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമേഴ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സപ്ലയറിൽ നിന്ന് നമുക്കോ ഇങ്ങനെ ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് കൺവേയൻസ് ഏതാണോ ഓക്കെ ആ കൺവേയൻസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവോയ്സിന്റെ കൂട്ടത്തിൽ ഒരു സെപ്പറേറ്റ് ഡോക്യുമെന്റ്സും കൂടെ വെക്കണം. ഇറ്റ്സ് കോൾഡ് ഇ-വേ ബിൽ. ഓക്കെ, ഒരിക്കൽ കൂടെ ഇപ്പം നമ്മൾ ഈ പറയുന്ന വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ കണ്ടെയ്നേഴ്സ് ഒക്കെ പോകുമ്പോൾ പോലീസോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സൈസോ ഏതെങ്കിലും ആൾക്കാർ ഈ പറയുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി അവരുടെ അടുത്ത് ഡോക്യുമെന്റ്സ് ചോദിക്കും അല്ലേ? സോ ഇങ്ങനെ ഹാജരാക്കുന്ന ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഓക്കെ, അതായത് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്തായാലും സംഭവിക്കുമല്ലോ, അതിനാണല്ലോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണേ. സോ ഇങ്ങനെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് സംഭവിക്കുന്ന സാഹചര്യത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് കൺവേയൻസ് ഏതാണോ ആ കൊണ്ടുപോകുന്ന വെഹിക്കിൾ ഏതാണോ അതിനകത്ത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇൻവോയ്സോ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ലിസ്റ്റോ ഈ പറയുന്നതിന്റെ ഡോക്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ ഈ ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം കൂടെ ഇതിനകത്ത് വെക്കണം. മനസ്സിലായി? അത് നമ്മുടെ GSTയുടെ കോമൺ പോർട്ടലിനകത്ത് കയറിയിട്ട് നമുക്ക് നോർമലി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നമ്മുടെ GSTയുടെ സൈറ്റിനകത്ത് കയറി നമ്മുടെ ഇൻവോയ്സ് നമ്പറും പർച്ചേസറിൻ്റെയും സപ്ലയറിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്ത് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം ഇപ്പോഴോ അല്ലെങ്കിൽ ഇത്ര കിലോ വെയിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ ഡോക്യുമെന്റ്സിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം കിട്ടും. മനസ്സിലായി? സോ ആ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവേയൻസ് ആരാണോ അല്ലെങ്കിൽ കൺവേയൻസ് മീൻസ് ആ വെഹിക്കിൾ ഓക്കെ, ആ വെഹിക്കിളിന്റെ പേഴ്സൺ ഇൻ ചാർജ് ആരാണോ, ഇപ്പോൾ ലോറിയൊക്കെ ആണെങ്കിൽ ഡ്രൈവർ ആയിരിക്കും അല്ലേ? സോ അയാൾ എന്തും കൂടെ സബ്മിറ്റ് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഇ-വേ ബില്ലും കൂടെ സബ്മിറ്റ് ചെയ്യണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഒരിക്കൽ കൂടെ ഈ ഗുഡ്സിന്റെ മൂവ്മെന്റിന്റെ സമയത്ത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വെക്കണം. അത് ഇലക്ട്രോണിക് ഫോമിനകത്താണെങ്കിൽ അങ്ങനെ നോ ഇഷ്യൂസ്. പക്ഷേ അതിന് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ സൈറ്റിനകത്ത് കയറി അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം കിട്ടും. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സാധനം പോസിബിൾ ആയിട്ട് വരും. മനസ്സിലായി? സോ നോക്കാം എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ്. നോക്കി, E-way bill will be generated when there is a movement of goods in a vehicle or conveyance of a value of more than 50,000, either each invoice or in aggregate of all invoices in a vehicle or conveyance. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഗുഡ്സിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 50,000 മുകളിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തും കൂടെ ഹാജരാക്കണം അല്ലെങ്കിൽ എന്തിനും കൂടെ അപ്ലൈ ചെയ്യണം, ഈ ഇ-വേ ബിൽ എന്ന് പറയുന്നതിനും കൂടെ അപ്ലൈ ചെയ്യണം. മനസ്സിലായി? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം കണ്ടോ? ഓക്കെ, ഈച്ച് ഇൻവോയ്സ് ഓർ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇൻവോയ്സ്. അതായത് ഇപ്പോൾ ഒരു ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഗുഡ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻവോയ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ എല്ലാ ഇൻവോയ്സിന്റെയും ടോട്ടൽ വാല്യൂ അഗ്രിഗേറ്റ് വാല്യൂ 50,000 മുകളിലാണെങ്കിലും നിങ്ങൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം ഹാജരാക്കണം. സോ കണ്ടീഷൻ നമ്പർ 1, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ആ പറയുന്ന വെഹിക്കിൾസിനകത്തുള്ള ടോട്ടൽ ആയിട്ടോ 50,000 മുകളിലാണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ഹാജരാക്കിയേ പറ്റൂ? ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം ഹാജരാക്കിയേ പറ്റൂ. ഓക്കെ, നോക്കാം. ഇൻ റിലേഷൻ ടു സപ്ലൈ okay, for reasons other than supply or due to inward supply from a registered person. So ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നോക്കി? ഇൻ റിലേഷൻ ടു സപ്ലൈ, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒരു സപ്ലൈയുടെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കുക. ആൻഡ് ഫോർ റീസൺസ് അതർ ദാൻ സപ്ലൈ, ദാറ്റ് മീൻസ് സെയിൽസ് റിട്ടേണോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിട്ടേൺസ് ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഡ്യൂ ടു ഇൻവേർഡ് സപ്ലൈ ഫ്രം എ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിക്കുക. സോ ഇതിനകത്ത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ 50,000 മുകളിലാണെങ്കിൽ നിങ്ങൾ ഏതിന് അപ്ലൈ ചെയ്തേ പറ്റൂ? ഇ-വേ ബില്ലിന് അപ്ലൈ ചെയ്തേ പറ്റൂ, അതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കിയേ പറ്റൂ. നോക്കാം. ഫോർ ദിസ് പർപ്പസ് എ സപ്ലൈ മേ ബി എയ്തർ ഓഫ് ദ ഫോളോയിങ്. മനസ്സിലായി? എന്താക്കിയ? എ സപ്ലൈ മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസിന് വേണ്ടി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കാം. അല്ലെങ്കിൽ എ സപ്ലൈ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ വിച്ച് മേ നോട്ട് ബി ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്സിന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ആൻഡ് എ സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് പൈസ കൊടുക്കാതെയാണ് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ പോലും ആ കൊണ്ടുവരുന്ന ഗുഡ്സിന്റെ വാല്യൂ 50,000 മുകളിലാണെന്ന് വിചാരിക്കുക. അത് ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിലും ഓക്കെ, നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ പറഞ്ഞിരിക്കുന്ന ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനത്തിന് അപ്ലിക്കേഷൻ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ ഇ-വേ ബിൽ എന്ന് പറയുന്നത് എടുത്തു വെച്ചേ പറ്റൂ. ഓക്കെ, ഇനി the term supply usually means
എന്താവാം, സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ഓർ ബാർട്ടർ ഓർ എക്സ്ചേഞ്ച് ആവാം, ഏത് വേണേലും ആവാം. മനസ്സിലായല്ലോ? ഇനി therefore e-way bill must be generated on the common portal for all these types of movements. For certain specified goods the e-way bill needs to be generated mandatorily even if the value of the consignment of goods is less than 50,000. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോർമലി വാല്യൂ 50,000 മുകളിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് e-way bill എന്ന് പറയുന്ന സാധനം എടുത്തു വെച്ചേ പറ്റൂ. ഇനി ചില സ്പെസിഫൈഡ് കേസുകൾ പറയുന്നുണ്ട്. ആ സ്പെസിഫൈഡ് കേസിനകത്ത് 50,000 താഴെയാണെങ്കിൽ പോലും, ദാറ്റ് മീൻസ് ആ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 താഴെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, e-way ബില്ലിന് അപ്ലൈ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ e-way ബില്ല് ഹാജരാക്കിയേ പറ്റൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ഇൻട്രസ്റ്റഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ ദ പ്രിൻസിപ്പൽ ടു ദ ജോബ് വർക്കർ ബൈ ദ പ്രിൻസിപ്പൽ ഓർ രജിസ്റ്റേർഡ് ജോബ് വർക്കർ. അതായത് പ്രിൻസിപ്പൽ ജോബ് വർക്കറിനാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ 50,000 രൂപ വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? e-way ബില്ല് മാൻഡേറ്ററി ആണ്. And the second one, interstate transport of handicraft goods by a dealer exempted from the GST registration. Okay, ഒരു ഡീലർ ഉണ്ട്, അങ്ങേർക്ക് GST രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ GST രജിസ്ട്രേഷനിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. മനസ്സിലായി? അങ്ങേര് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ, ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ടാണ്, ഇന്റർസ്റ്റേറ്റ് ആണ്. സോ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മുടെ വാല്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് 50,000 താഴെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, e-way ബില്ലിന് അപ്ലൈ ചെയ്തേ പറ്റൂ. സോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, e-way ബില്ല് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ സിംഗിൾ ഇൻവോയ്സോ അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ആ വെഹിക്കിൾസിനകത്ത് കിടക്കുന്ന ടോട്ടൽ ഇൻവോയ്സിന്റെ ടോട്ടൽ പ്രൈസ് 50,000 മുകളിലാണെങ്കിലോ നമ്മൾ നിർബന്ധമായിട്ടും e-way ബില്ല് വേണം. ഇനി രണ്ട് സ്പെസിഫൈഡ് സാഹചര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഈ പ്രിൻസിപ്പൽ ടു ഏജന്റ് ട്രാൻസ്ഫർ ആണെങ്കിലോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ഡീലർ ഹാൻഡിക്രാഫ്റ്റ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിലോ അവിടെ 50,000 എന്ന് പറയുന്ന വാല്യൂവിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. അതിന് കുറവാണെങ്കിൽ പോലും മാൻഡേറ്ററിലി നിങ്ങൾ എന്ത് അപ്ലൈ അല്ലെങ്കിൽ എന്ത് കൈവശം വെച്ചേ പറ്റൂ, e-way ബില്ല് എന്ന് പറയുന്ന സാധനം കൈവശം വെച്ചേ പറ്റൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ജനറേഷൻ ഓഫ് ആൻ e-way bill. ഓക്കെ, നോക്കേ, ദ ഫസ്റ്റ് വൺ, രജിസ്റ്റേർഡ് പേഴ്സൺ. E-way bill must be generated when there is a movement of goods of more than rupees 50,000 in value to or from a registered person. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണിലോട്ട് ഗുഡ്സ് വരികയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഗുഡ്സ് വേറെ ആർക്കെങ്കിലും സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്ത് ചെയ്യാം, ആ സപ്ലയർ ആരാണോ അല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആരാണോ അങ്ങേർക്ക് e-way ബില്ല് ജനറേറ്റ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നമ്മുടെ കോമൺ പോർട്ടലിനകത്ത് കയറിയിട്ട് ഇൻവോയ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന നേരത്തെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു e-way ബില്ല് എന്ന് പറയുന്ന സാധനം ജനറേറ്റ് ആവും. അത് ഈ പറയുന്ന ഡോക്യുമെന്റ്സിന്റെ കൂടെ എടുത്തു വെച്ചാൽ മാത്രം മതി. സിറ്റുവേഷൻ മനസ്സിലായി? ഇപ്പൊ ഞാനൊരു രജിസ്റ്റേർഡ് ഡീലർ ആണെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുകയാണ്. ഗുഡ്സ് വാങ്ങിക്കുന്നത് 50,000 മുകളിൽ വാല്യൂ വരുന്ന ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ആ GSTയുടെ കോമൺ പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും എൻ്റെ ഡീറ്റെയിൽസും ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്ത് ഇന്ന നമ്പർ വണ്ടിയിലാണ് ഈ പറയുന്ന ഗുഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു e-way ബില്ല് ജനറേറ്റ് ആവും. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. സോ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് e-way ബില്ല് എന്ന് പറയുന്ന സാധനം ജനറേറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ അങ്ങേര് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങേര് ആരെയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങേർക്ക് e-way ബില്ല് ജനറേറ്റ് ചെയ്യാം. ആൻഡ് ഓക്കെ, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ എ ട്രാൻസ്പോർട്ടർ മേ ചൂസ് ടു ജനറേറ്റ് ആൻഡ് ക്യാരി e-way ബിൽ ഈവൻ ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഈസ് ലെസ് ദാൻ 50,000. മനസ്സിലായി? അതായത് 50,000 എന്ന് പറയുന്നതാണ് ആ ത്രെഷോൾഡ് ലിമിറ്റ്. അതിന് മുകളിലാണെങ്കിൽ മാത്രം e-way ബില്ല് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജനറേറ്റ് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് e-way ബില്ല് ജനറേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് e-way ബില്ല് ജനറേറ്റ് ചെയ്യാം. അവിടെ ഈ പറയുന്ന 50,000 വാല്യൂ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. മനസ്സിലായോ? അതായത് 50,000 മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും e-way ബില്ല് ജനറേറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് 50,000 താഴെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു അഡീഷണൽ സേഫ്റ്റി എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു e-way ബില്ലും കൂടെ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റർ ചെയ്യാത്ത പേഴ്സൺസ് ആണ്. ഓക്കെ, ദ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആൾസോ റിക്വയർഡ് ടു ജനറേറ്റഡ് e-way bill. However, where a supply is made by an unregistered person to a registered person, കണ്ടോ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ the receiver will have to ensure all the compliances are met as if they were the supplier. അതായത് ഞാനൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഓക്കെ, നിങ്ങളൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ GST പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല. മനസ്സിലായി? നിങ്ങളിൽ നിന്ന് ഞാൻ 50,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള ഗുഡ്സ് ഞാൻ വാങ്ങിക്കുകയാണ്. വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ e-way ബില്ല് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനാണ് രജിസ്റ്റേർഡ് പേഴ്സൺ, എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യാൻ. അതായത് ഈ ട്രാൻസ്പോർട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്.
മനസ്സിലായി? ഒരുപാട് കോംപ്ലിക്കേഷൻസോടുകൂടി ചിന്തിക്കുകയൊന്നും വേണ്ട. ഇത് ആർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവറിന്റെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. മനസ്സിലായി? ഇനി ഈ പറഞ്ഞിരിക്കുന്ന പോലെ സപ്ലയറും റിസീവറും ഇത് ജനറേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ആർക്ക് ജനറേറ്റ് ചെയ്യാം? ആ ട്രാൻസ്പോർട്ടർ ആരാണോ, ഓക്കെ, ആ ട്രാൻസ്പോർട്ടർക്ക് ജനറേറ്റ് ചെയ്യാം. That means the transporter carrying goods by road, air, rail, etc. also need to generate an e-way bill if the supplier has not generated by an e-way bill. അതായത് സപ്ലയർ അങ്ങനെ ഒരു e-way bill ജനറേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം e-way bill, ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ GSTയുടെ കോമൺ പോർട്ടലിനകത്ത് കയറിയിട്ട് ആ ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ബില്ല്, ഓക്കെ, ഒരു ഡോക്യുമെന്റ്സ് പ്രിന്റ് വരും. ഇതിനെയാണ് നമ്മൾ e-way bill എന്ന് പറയുന്നത്. മനസ്സിലായി? ഇവിടെ e-way bill എടുത്തു വെക്കാൻ രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡ് ഡീലേഴ്സോ അങ്ങനെയൊന്നുമില്ല. ഈ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്ത് കൈവശം വെച്ചേ പറ്റൂ? ഈ e-way bill എന്ന് പറയുന്ന സാധനം കൈവശം വെച്ചേ പറ്റൂ. മനസ്സിലായി? അവിടെ 50,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ പോലും നമുക്ക് e-way ബില്ലിന് അപ്ലിക്കേഷൻ കൊടുക്കാം, നോ ഇഷ്യൂസ്. പക്ഷേ രണ്ട് സാഹചര്യങ്ങളിൽ 50,000 താഴെയാണോ മുകളിലാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അവിടെ നിർബന്ധമായിട്ടും e-way ബില്ല് വേണം. ഏതായിരുന്നു? പ്രിൻസിപ്പൽ ടു ഏജന്റും പിന്നെ ഒരു ഹാൻഡിക്രാഫ്റ്റ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, ഫോമുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം സൈറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫോം ആട്ടോ. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ബിഫോർ മൂവ്മെന്റ് ഓഫ് ദ ഗുഡ്സ് ഫിൽ പാർട്ട് എ ഫോം GST EVB 01. മനസ്സിലായി? അതായത് ആ കോമൺ പോർട്ടലിനകത്ത് സൈറ്റിനകത്ത് കയറി ഈ ഫോം GST EVB 01 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അതിന്റെ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുക. ആരാ ഫില്ല് ചെയ്യേണ്ടത്? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ബിഫോർ മൂവ്മെന്റ് ഓഫ് ദ ഗുഡ്സ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം ഫില്ല് ചെയ്യുക. ആൻഡ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് കൺസൈനർ ഓർ എ കൺസൈനി. കൺസൈനറോ കൺസൈനി ആണെന്ന് വിചാരിക്കുക. ഓർ ഈസ് എ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ്. മനസ്സിലായി? അതായത് കൺസൈനറോ കൺസൈനിയോ ആണ്, അല്ലെങ്കിൽ റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ് ആണ്. മനസ്സിലായി? നമുക്കാണ് ഗുഡ്സ് കിട്ടേണ്ടത് എന്നുള്ള സിറ്റുവേഷൻ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കി, ബിഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ത് ഫില്ല് ചെയ്യണം? EVB 01ന്റെ പാർട്ട് ബി എന്ന് പറയുന്ന സാധനം ഫില്ല് ചെയ്യണം. മനസ്സിലായി? ഇതെല്ലാം സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. സൈറ്റിനകത്ത് കയറിയിട്ട് ആ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് പോലെ അതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. Okay, and the third one, registered person is consignor or consignee and goods are handed over to the transporter of goods. Okay, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബിഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഏത് ഫിൽ ചെയ്യണം? ഫിൽ പാർട്ട് ബി. The registered person shall furnish the information relating to the transporter in part B of form GST EVB 01. അതായത് കൺസൈനറോ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് എ കൺസൈനർ ഓർ എ കൺസൈനി. കൺസൈനറോ കൺസൈനി ആണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? ആൻഡ് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ടു ദ ട്രാൻസ്പോർട്ടർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അതായത് ഇവിടെ ഈ സപ്ലയറും റെസിപ്പിയന്റിനും ഇടയിൽ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ആ ട്രാൻസ്പോർട്ടറിന്റെ ഈ പറയുന്ന വെഹിക്കിളിലാണ് ഗുഡ്സ് നമ്മൾ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. സോ ഈ കൺസൈനറോ കൺസൈനിയോ ഈ ട്രാൻസ്പോർട്ടർക്ക് ഗുഡ്സ് കൈമാറുന്നതിന് മുമ്പായിട്ട് ഏത് ഫില്ല് ചെയ്യണം? പാർട്ട് ബി എന്ന് പറയുന്ന സാധനം ഫില്ല് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ട്രാൻസ്പോർട്ടർ ഓഫ് ഗുഡ്സ്. ഓക്കെ, ബിഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് generate e-way bill on the basis of information shared by the registered person in part A of form GST EVB 1. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആൾ ഇത് ഫില്ല് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് ട്രാൻസ്പോർട്ടറിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആർക്ക് വേണേലും എന്ത് ചെയ്യാം? ഈ രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡ് പേഴ്സൺസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്കോ ഇത് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ രജിസ്റ്റേർഡ് പേഴ്സൺസ് തന്നിരിക്കുന്ന ഡീറ്റെയിലിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ആ ട്രാൻസ്പോർട്ടർക്കും ഇത് ഫില്ല് ചെയ്യാം. എല്ലാവരും ഫില്ല് ചെയ്യുന്ന ഏത് തന്നെയാണ്? നോക്കി, പാർട്ട് എ തന്നെയാണ്. കണ്ടോ? നോക്കി, അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്യുന്നത് പാർട്ട് എ തന്നെയാണ്. അത് രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്തില്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ചെയ്യാൻ പോകുന്നതും ഏത് തന്നെയാണ്? പാർട്ട് എ തന്നെയാണ്. ആൻഡ് ദ ലാസ്റ്റ് കേസ്, ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ആൻഡ് ദ റെസിപ്പിയന്റ് ഈസ് രജിസ്റ്റേർഡ്. അതായത് സപ്ലയർ എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പക്ഷേ റെസിപ്പിയൻ ഈ ഗുഡ്സ് കിട്ടുന്ന ആള് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ റെസിപ്പിയന്റെ ഉത്തരവാദിത്തമാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഈ പറയുന്ന അൺരജിസ്റ്റേർഡ് ഡീലേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് റെസിപ്പിയന്റ് ഉത്തരവാദിത്തമാണ്. കാരണം എന്താ? സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ് അല്ലെ, റെസിപ്പിയന്റ് ആണ് രജിസ്റ്റേർഡ് പേഴ്സൺ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കംപ്ലൈൻസ് ടു ബി ഡൺ ബൈ റെസിപ്പിയന്റ് ആസ് ഇഫ് ഹി ഈസ് ദ സപ്ലയർ. അതായത് ആ റെസിപ്പിയന്റ് സപ്ലയർ ആയിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തേനെ അതെല്ലാം ഇവിടെയും ചെയ്യണം. കാരണം എന്താ? ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആരിൽ നിന്നാ? അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയി നിന്നാ. സോ ഉത്തരവാദിത്തം ആർക്കാ? ആ റെസിപ്പിയന്റിനാ. കാരണം റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സോ നോക്കിയേ, ഇഫ് ദ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റേഴ്സ് ഓർ ലെസ്,
50 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ ഓർത്തു വെക്കണേ, within the same state or union territory from the place of business of the consignor to the place of business to the transporter for further transportation, the supplier or the transporter may not furnish the details of the conveyance in part B of form GST EVB 01. അതായത് 50 കിലോമീറ്റർ താഴെയാണ്, സെയിം സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ സെയിം യൂണിയൻ ടെറിട്ടറിയിലാണ്. ഓക്കെ, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാ? ടു ദ പ്ലേസ് ഓഫ് ബിസിനസ് ടു ദ ട്രാൻസ്പോർട്ടർ ഫോർ ഫർദർ ട്രാൻസ്പോർട്ടേഷൻ. മനസ്സിലായോ? അതായത് കൺസൈനറിന്റെ പ്ലേസിൽ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന ട്രാൻസ്പോർട്ടറിന്റെ ഓഫീസ് എവിടെയാണോ അങ്ങോട്ട് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായി? എന്നിട്ട് ഈ ഗുഡ്സ് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാ? മറ്റേ ട്രാൻസ്പോർട്ടറാണ്. മനസ്സിലായി? നമുക്ക് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലോട്ട് ഗുഡ്സ് അയക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു 50 കിലോമീറ്ററിനുള്ളിലാണ് ഇത് നമ്മുടെ ട്രാൻസ്പോർട്ടറിന്റെ ഓഫീസ്. സോ കൺസൈനർ ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്പോർട്ടറിന്റെ ഓഫീസിലോട്ട് ഗുഡ്സ് മാറുക, എന്നിട്ട് ട്രാൻസ്പോർട്ടറിന്റെ വെഹിക്കിളിലാണ് ഇത് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകണേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എന്ത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ EVA ബില്ല് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ 50 കിലോമീറ്ററിനകത്തായിരിക്കണം എന്ന് മാത്രം. And if supply is made by air, ship or railway, then the information in part A of the form GST EVB 01 has to be filed by the consignor or the recipient. അതായത് എങ്ങനെയാണെങ്കിൽ by air, ship or railway, then the information in part A of form GST EVB 01 has to file in the consignor or the recipient. മനസ്സിലായി? അതായത് ഇത് ഷിപ്പിലോ എയറിലോ റെയിൽവേയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആര്? കൺസൈനറോ റെസിപ്പിയന്റോ എന്ത് ഫില്ല് ചെയ്തിരിക്കണം? ഈ പറയുന്ന EVA ബിൽ എന്ന് പറയുന്ന സാധനം ഫില്ല് ചെയ്തിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഇതൊരു അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയിട്ട് മാത്രം വിചാരിച്ചാൽ മതി. നമ്മുടെ GST പോർട്ടലിനകത്ത് കയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയിട്ട് മാത്രം ഏതിനെ കണ്ടാൽ മതി? ഈ EVA ബില്ലിനെ ചെയ്താൽ മതി. ഓക്കെ, ഇത് ആരാ എടുത്തു വെക്കണ്ടേ? ട്രാൻസ്പോർട്ടർ ആണ് എടുത്തു വെക്കണ്ടേ. അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇത് തീർച്ചയായിട്ടും ആരുടെ കൈവശം ഉണ്ടായിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്പോർട്ടറിന്റെ കൈവശം ഉണ്ടായിരിക്കണം. നോക്കാം. If the transporter is transporting multiple consignment in a single conveyance, then can use the form GST EVB 02 to produce a consolidated EVA bill by providing the EVA bill numbers for each consignment. If both the consignor and the consignee have not created the EVA bill, then the transporter can do so by filing out part A of GST EVB 01 on the basis of invoice, bill of supply, delivery challan given to them. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയാം. ABCDE അങ്ങനെ 5 സപ്ലയർ ആണെന്ന് വിചാരിക്കുക. 5 സപ്ലയറും ട്രാൻസ്പോർട്ടർ ആയിട്ടുള്ള നിങ്ങളുടെ അടുത്ത് വരികയാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് 5 പേർക്കും ഒരു 11,000 രൂപ വരെയുള്ള ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് സപ്ലയേഴ്സ് ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കുന്നത് 11,000 റുപ്പീസിന്റെ ഗുഡ്സ് മാത്രമാണ്. സോ ഞാനാണ് സപ്ലയർ എന്ന് വിചാരിക്കുക. ഞാൻ EVA ബില്ല് ചെയ്യണോ? വേണ്ട. കാരണം എന്താ? 50,000 താഴെയാണ് എൻ്റെ ഇൻവോയ്സ് അല്ലേ? ബി ചെയ്യണോ? വേണ്ട. ബിക്കും വേണ്ട. കാരണം എന്താ? ബിയുടെ ഇൻവോയ്സിന്റെ പ്രൈസ് 50,000 താഴെയാണ്, 11,000 ഉള്ളൂ. സിയും വേണ്ട, ഡിയും വേണ്ട, ഇയും വേണ്ട. പക്ഷെ ഇത് 5ഉം കൂടെ കൊണ്ടുപോകുന്ന കൺസൈനറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ? 11,000 into 5 50,000 റുപ്പീസ് ആയിരിക്കും ആ കണ്ടെയ്നറിനകത്തുള്ള ഇൻവോയ്സിന്റെ ടോട്ടൽ വാല്യൂ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ട്രാൻസ്പോർട്ടറിന്റെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന ഇൻവോയ്സുകൾ പ്രകാരം GST EVB 01 എന്ന് പറയുന്നതിന്റെ പാർട്ട് A ഫില്ല് ചെയ്യാം. അപ്പം ഈ 5 ഇൻവോയ്സുകൾ കയറി വരും അല്ലെ? അല്ലെങ്കിൽ ഈ 5 സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് കയറി വരും. നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സിംഗിൾ ഇൻവോയ്സ് തന്നെ 50,000 മുകളിൽ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അഗ്രിഗേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് 50,000 മുകളിലാണെങ്കിലും നമുക്ക് ഏതിന് അപ്ലൈ ചെയ്യാം? ഈ GST EVA ബില്ലിന് അപ്ലൈ ചെയ്യാം. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ട്രാൻസ്പോർട്ടറിന്റെ ഉത്തരവാദിത്വം. ഇനി നോക്കി അടുത്തത്, ഡോക്യുമെന്റ്സ് ഓർ ഡീറ്റെയിൽസ് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് EVA ബിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം? ഒന്ന്, ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ചലാൻ റിലേറ്റഡ് ടു ദ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ് and transport by road, transporter ID or vehicle number, and transport by rail, air or ship, transporter ID, transport documents number and the date of the documents. മനസ്സിലായി? അതായത് നിങ്ങൾ ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈ എന്തായാലും വേണം. ഇനി ട്രാൻസ്പോർട്ട് ബൈ റോഡ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ID ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ റെയിലോ എയറോ ഷിപ്പോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരാണോ ട്രാൻസ്പോർട്ടറിന്റെ ID വേണം, ട്രാൻസ്പോർട്ടിന്റെ ഡോക്യുമെന്റ് നമ്പർ വേണം, ദാറ്റ് മീൻസ് ആ ടിക്കറ്റ് നമ്പർ വേണം, ആൻഡ് ദ ഡേറ്റ് ഓഫ് ദ ഡോക്യുമെന്റ്സ്. മനസ്സിലായി? ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ആൻഡ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് ഡിവൈസസ് ടു ബി ക്യാരിഡ് ബൈ എ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവെയൻസ്. നീ നോക്കി, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നേരത്ത് കണ്ടോ, പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവെയൻസ്. ദാറ്റ് മീൻസ് ആ പേഴ്സൺ ഇൻ ചാർജ് ഏതിൻ്റെയാ? ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളിന്റെ
ഓക്കെ, പേഴ്സൺ ഇൻ ചാർജ് ആരാണോ, റോഡ് വഴിയാണോ കൊണ്ടുപോകുന്നെങ്കിൽ ഡ്രൈവർ ആയിരിക്കും അല്ലെ, ആ പേഴ്സൺ ഇൻ ചാർജ് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നോക്കി, the person in charge of a conveyance shall carry the invoice or bill of supply or delivery challan as the case may be. അതായത് വഴിയരികിൽ റോഡിൽ പോലീസോ എക്സൈസോ തടഞ്ഞ് നിർത്തുകയാണെങ്കിൽ ആ ഡ്രൈവർ ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഒന്ന്, അതിന്റെ ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചലാൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, എ കോപ്പി ഓഫ് ഇ വേ ബിൽ ഇൻ ഫിസിക്കൽ ഫോം. മനസ്സിലായി? അതായത് ഈ ഇ വേ ബില്ലും കൂടെ ഇൻവോയ്സിന്റെ കൂട്ടത്തിൽ ഏതും കൂടെ സബ്മിറ്റ് ആക്കണം, ഇ വേ ബില്ലും കൂടെ സബ്മിറ്റ് ആക്കണം. എ കോപ്പി ഓഫ് ഇ വേ ബിൽ ഇൻ ഫിസിക്കൽ ഫോം ഓർ ഇ വേ ബിൽ നമ്പർ ഇൻ ഇലക്ട്രോണിക് ഫോം. മനസ്സിലായി? ഓർ മാപ്ഡ് ടു എ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് embedded onto the conveyance in such manner as may be notified by the commissioner. ഓക്കെ, അതായത് ഈ ഇ വേ ബില്ല് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് കൈ വെക്കാം, അല്ലെങ്കിൽ ഇ വേ ബിയുടെ ഇലക്ട്രോണിക് ഫോം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് നമ്പർ ഉണ്ടെങ്കിൽ അത് വെക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ്. നമ്മൾ ഈ ടോളിനൊക്കെ ഒരു ടാഗ് അടിക്കില്ലേ, നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ ടോളിനൊക്കെ ഒരു ടാഗ് അടിക്കുന്നത് പോലെ ഒരു റേഡിയോ ഫ്രീക്വൻസി ടാഗ് ഉണ്ടാവും, ഒരു ഡിവൈസ് ഉണ്ടാവും. അത് നമ്മുടെ ഏതിനകത്ത് വെച്ചാലും മതി, നമ്മുടെ കൺവെയൻസ് ഏതാണോ, നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണോ അതിനകത്ത് വെച്ചാലും മതി. ഓക്കെ, എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ എന്തിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാ, ഈ പറഞ്ഞിരിക്കുന്ന ഇ വേ ബില്ലിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാ. ആൻഡ് provided that nothing contained in clause B of this rule shall apply in case of movement of goods by rail or by air or vessel. മനസ്സിലായി? എന്തായിരുന്നു? provided that nothing contained in clause B of this rule shall apply in case of movement of goods by rail, air or vessel. തീവണ്ടി മുഖേനയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കപ്പലിലാണോ കൊണ്ടുപോകുന്നതെങ്കിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്. ആൻഡ് second one, a registered person may obtain an invoice reference number from the common portal by uploading on the said portal a tax invoice issued by Inform GST Invoice 1 and produce the same for the verification by the proper officer in lieu of tax invoice, and such numbers shall be valid for a period of 30 days from the date of uploading. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആക്ച്വൽ ഇൻവോയ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് കരുതുക. ഓക്കെ, സപ്പോസ് ഇപ്പം ഗുഡ്സ് അവിടെ എത്തിയിട്ട് മാത്രമേ ഇൻവോയ്സ് തരുന്നുള്ളൂ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, the registered person may obtain an invoice reference number from the common portal by uploading on the said portal a tax invoice issued by him. മനസ്സിലായി? Inform GST Invoice 1 and produce the same for the verification for the proper officer in lieu of tax invoice. ടാക്സ് ഇൻവോയ്സിന് പകരം ഓക്കെ ആ ഇൻവോയ്സിനകത്തുള്ള ഡീറ്റെയിൽസ് ഏതിനകത്ത് കാണിക്കണം? ഫോം GST INV1 എന്ന് പറയുന്ന ഫോമിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ്സ് വരും. സോ സപ്പോസ് ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതും കാണിക്കാം, ആ പറഞ്ഞിരിക്കുന്നത് കാണിക്കാം. മനസ്സിലായി? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ടാക്സ് ഇൻവോയ്സ് നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കണ്ടോ ടാക്സ് ഇൻവോയ്സ് റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ കാണിച്ചാലും മതി. പക്ഷേ ആ റെഫറൻസ് നമ്പറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര ഡേയ്സ് മാത്രമേ ഉള്ളൂ? 30 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡേറ്റ് ഓഫ് അപ്ലോഡിങ്. അതായത് നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സ് കൈ വെക്കണമെന്ന് നിർബന്ധമില്ല. ആ ടാക്സ് ഇൻവോയ്സിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന നേരത്ത് ഒരു ടാക്സ് ഇൻവോയ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ആ നമ്പർ ഈ പറഞ്ഞ തടയുന്ന ആർക്കാണോ അവർക്ക് ആ നമ്പർ കാണിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്താലും മതി. പക്ഷേ എന്നാണോ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അടിച്ച് അല്ലെങ്കിൽ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് അടിച്ച് അങ്ങനെ ഒരു ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുക്കുന്നത് അതിന്റെ വാലിഡിറ്റി 30 ഡേയ്സ് ഉള്ളൂ. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അർത്ഥം? ഈ പറഞ്ഞിരിക്കുന്ന 30 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അർത്ഥം. ആൻഡ് മൂന്നാമത്തെ, ദ രജിസ്റ്റേർഡ് പേഴ്സൺ അപ്ലോഡ് ദ ഇൻവോയ്സ് അണ്ടർ സബ് റൂൾ 2, the information in part A of GST EVB 01 shall be auto populated by the common portal on the basis of information furnished in form GST INV 1. അതായത് GST INV 1 എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കയറ്റുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ദി ഇൻഫർമേഷൻ ഇൻ പാർട്ട് എ ഓഫ് GST EVB 01 ഷാൾ ബി ഓട്ടോ പോപ്പുലേറ്റഡ് ബൈ ദ കോമൺ പോർട്ടൽ. മനസ്സിലായി? അതായത് ആ ഇൻവോയ്സിന് പകരം ഇൻവോയ്സ് റെഫറൻസ് നമ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഏതിനകത്ത് വന്നോളും? ഈ പറഞ്ഞിരിക്കുന്ന ഇ വേ ബില്ലിനകത്ത് വന്നു. ഓക്കെ, ആൻഡ് the commissioner may by notification require a class of transporter to obtain a unique radio frequency identification device and get the said device embedded on the conveyance and map the e-way bill to the radio frequency identification device prior to the movement of goods. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കമ്മീഷണർ മേ ബൈ നോട്ടിഫിക്കേഷൻ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസിന് സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ട്രാൻസ്പോർട്ടേഴ്സിന് നിർബന്ധമായിട്ടും ഈ ഇ-വേ ബില്ല് എങ്ങനെ വേണമെന്ന് പറയാം. നമ്മൾ ഈ ടാഗ് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫ്രീക്വൻസി ഡിവൈസ് പ്രകാരം തന്നെ കാണിക്കണം എന്ന് പറയാം. അത് ഏതൊക്കെയാണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല, കമ്മീഷണർക്ക് തോന്നുന്ന രീതിയിൽ.
ഓക്കെ, ഉചിതമാണെന്ന് തോന്നുന്ന രീതി. ആൻഡ് നത്തിങ് notwithstanding anything contained in clause B of subrule 1 where the circumstances so warrant, the commissioner may by notification require the person in charge of the conveyance to carry the following documents instead of e-way bills. So കമ്മീഷണർക്ക് തീരുമാനിക്കാം e-way ബില്ലിന് പകരമായിട്ട്, e-way ബില്ലില്ലെങ്കിൽ e-way ബില്ലിന് പകരമായിട്ട് എന്ത് വെച്ചാൽ മതി, ടാക്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഓർ bill of entry. And the second one, a delivery challan where the goods are transported for a reason other than by way of supply. മനസ്സിലായി? അതായത് അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ e-way ബില്ലിന് ആർക്ക് ഉചിതമാണെന്ന് തോന്നിയാൽ, കമ്മീഷണർക്ക് ഉചിതമാണെന്ന് തോന്നിയാൽ e-way ബില്ലിന് പകരമായിട്ട് ഏത് മാത്രം മതി, ടാക്സ് ഇൻവോയ്സ് ഓർ bill of supply ഓർ bill of entry മാത്രം മതി. ഇനി അങ്ങനെ ഒരു സപ്ലൈ അല്ല എന്ന് വിചാരിക്കുക, അതർ ദാൻ സപ്ലൈ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഡെലിവറി ചലാൻ മാത്രം വെച്ചാൽ മതി. ഓക്കെ, ഡെലിവറി ചലാൻ where the goods are transported. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ഈ ചലാൻ e-way ബിൽ എന്ന് പറയുന്ന സാധനം നിർബന്ധമില്ല. കമ്മീഷണർക്ക് ഉചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിന് ബദലായിട്ട് ഏത് വെച്ചാലും മതി, ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈയോ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇനി അതൊരു സപ്ലൈ അല്ല എന്ന് വിചാരിക്കുക, വെറുതെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഡെലിവറി ചലാനും കൂടെ വെച്ചാൽ മതി. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി അതിനകത്ത് പറയുന്നത് നോക്കി, ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ നമ്പർ 39/2018 സെൻട്രൽ ടാക്സ് ഡേറ്റഡ് 4/9/2018 ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ കൺവെയൻസ് ഷാൾ ഓൾസോ ക്യാരിങ് എ കോപ്പി ഓഫ് e-way bill of entry in case of imported goods, but the date and the document number must be mentioned in part A of GST EVB 01. അതായത് a person in charge of the conveyance shall also carry a copy of bill of entry in case of imported goods. മനസ്സിലായി? അതായത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗുഡ്സ് ആണ്, ഇതാണ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന റെസിപ്പിയന്റിന്റെ അടുത്തോട്ട് എത്തിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നോക്കി, ആ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് കൺവെയൻസ് ആരാണോ അങ്ങേര് എന്തിന്റെ കോപ്പിയും കൂടെ, ബിൽ ഓഫ് എൻട്രിയുടെ കോപ്പിയും കൂടെ വെക്കണം. ബട്ട് ദ ഡേറ്റ് ആൻഡ് ദ ഡോക്യുമെന്റ് നമ്പർ മസ്റ്റ് ബി മെൻഷൻ ഇൻ പാർട്ട് എ ഓഫ് GST EVB 01. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഏത് കേസിനകത്ത് മാത്രമാണ്, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ കൺവെയൻസ് ഷാൾ ഓൾസോ ക്യാരി എ കോപ്പി ഓഫ് ബിൽ ഓഫ് എൻട്രി ഇൻ കേസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൊച്ചിയിലാണ് ഇത് വന്നിരിക്കണേ. ഓക്കെ, നിങ്ങൾ പാലക്കാടാണെന്ന് വിചാരിക്കുക. സോ കൊച്ചിയിൽ നിന്ന് പാലക്കാട് വരെ ഇത് എത്തിക്കണം, വേണ്ടേ? ഇങ്ങനെ എത്തിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ട്രാൻസ്പോർട്ടർ ആരാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ കൺവെയൻസ്, ആ ലോറി ഡ്രൈവർ ആരാണോ അങ്ങേരുടെ കയ്യിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം, ആ പറയുന്ന ബിൽ ഓഫ് എൻട്രിയും കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് ദ ഡേറ്റ് ആൻഡ് ഡോക്യുമെന്റ് നമ്പർ മസ്റ്റ് ബി മെൻഷൻ ഇൻ പാർട്ട് എ ഓഫ് GST EVB 01. ഓക്കെ, അതിനകത്ത് ആ പറയുന്ന ഡോക്യുമെന്റ് നമ്പറും അല്ലെങ്കിൽ ആ ഡേറ്റും ഏതിൻ്റെയാ, ഈ ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റും ഡോക്യുമെന്റ് നമ്പറും കാര്യങ്ങളെല്ലാം ഏതിനകത്ത് ഉണ്ടായിരിക്കണം, GST EVB 01 എന്ന് പറയുന്നതിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഏതിനകത്ത് മാത്രമാണ് പറയണേ, നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന് മാത്രമാണ് പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ e-way ബില്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എന്താ പറയുക, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലായി? എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം എന്നുള്ള രീതികൾ അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ പറയുന്ന e-way ബിൽ എന്ന് പറയുന്നത് വേണ്ടാത്തത്, നമുക്കത് നോക്കാം. നോക്കി, ഇൻ ദ ഫോളോയിങ് കേസസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ജനറേറ്റ് e-way ബിൽ. അതായത് 50,000 മുകളിലുള്ള ട്രാൻസ്പോർട്ടേഷന് ഉള്ളായിട്ട് e-way ബിൽ എന്ന് പറയുന്ന സാധനം നിർബന്ധമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ e-way ബില്ല് വേണ്ട. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, ഒന്ന്, ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് നോൺ മോട്ടോർ വെഹിക്കിൾ മുഖേനയാണ് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് e-way ബില്ല് വേണ്ട. ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഫ്രം ദ കസ്റ്റംസ് പോർട്ട്, എയർപോർട്ട്, എയർ കാർഗോ കോംപ്ലക്സ് ഓർ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ ടു ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോർട്ട് ഓർ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഫോർ ദ ക്ലിയറൻസ് ഓഫ് ദ കസ്റ്റംസ്. ഓക്കെ, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് കസ്റ്റം സ്റ്റേഷനിലോട്ട് എത്തി, എന്നിട്ട് അവിടുന്ന് ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റംസിന്റെ ഗോഡൌൺ വരെ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അവിടുന്നാണ് ക്ലിയറൻസ് സംഭവിക്കണേ. കസ്റ്റംസ് പോർട്ടിൽ നിന്നല്ല, കസ്റ്റംസിന്റെ ഗോഡൌണിൽ നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഡിപ്പോർട്ടിൽ നിന്നാണ് ക്ലിയറൻസ് സംഭവിക്കണേ. സോ ഈ കസ്റ്റം സ്റ്റേഷൻ തൊട്ട് ഈ പറയുന്ന ഡിപ്പോർട്ട് വരെ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവിടെ എന്ത് വേണ്ട, ഈ പറയുന്ന e-way ബില്ല് വേണ്ട. അടുത്തത്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് അണ്ടർ കസ്റ്റംസ് സൂപ്പർവിഷൻ ഓർ കസ്റ്റംസ് സീൽ. കസ്റ്റംസിന്റെ ക്ലിയറൻസ് മുഖേന അല്ലെങ്കിൽ കസ്റ്റംസിന്റെ സീൽ മുഖേനയാണ് അല്ലെങ്കിൽ കസ്റ്റംസിന്റെ സൂപ്പർവിഷൻ മുഖേനയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് വേണ്ട, e-way ബില്ല് എന്ന് പറയുന്ന സാധനം വേണ്ട. അടുത്തത്, ഗുഡ്സ് ട്രാൻസ്പോർട്ട് അണ്ടർ കസ്റ്റംസ് ബോണ്ട് ഫ്രം IST ടു ദ കസ്റ്റംസ് പോർട്ട് ഓർ ഫ്രം വൺ കസ്റ്റം സ്റ്റേഷൻ ടു അനദർ. മനസ്സിലായോ? അതായത് കസ്റ്റംസ് ബോണ്ട്, ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് പോർട്ട്
or from the custom station to another. ഒരു കസ്റ്റം സ്റ്റേഷനിൽ നിന്ന് വേറൊന്നിലോട്ട്, മനസ്സിലായി? അല്ലെങ്കിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഡെപ്പോ അതിലോട്ടാണെന്ന് വിചാരിക്കുക, ഒരു കസ്റ്റം സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് വേണ്ട, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇ വേ ബിൽ എന്ന് പറയുന്ന സാധനം മാൻഡേറ്ററി അല്ല. ആൻഡ് ട്രാൻസിറ്റ് കാർഗോ ട്രാൻസ്പോർട്ടഡ് ടു ഓർ ഫ്രം നേപ്പാൾ ഓർ ഭൂട്ടാൻ. ഓക്കെ, രണ്ട് രാജ്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസിറ്റ് കാർഗോ ട്രാൻസ്പോർട്ടഡ് ടു ഓർ ഫ്രം നേപ്പാൾ ഓർ ഭൂട്ടാൻ. നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ വരികയോ അങ്ങോട്ട് പോവുകയോ ചെയ്യുന്ന നേരത്ത് എന്താ ട്രാൻസിറ്റ് കാർഗോ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഇ വേ ബിൽ എന്ന് പറയുന്ന സാധനം ഹാജരാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് കോസ്റ്റ് ബൈ ദ ഡിഫൻസ് ഫോർമേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആസ് എ കൺസൈനർ ഓർ എ കൺസൈനർ. അതായത് ഡിഫൻസിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻസ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇ വേ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് empty cargo containers are being transported. empty cargo containers empty ആണ്, അതായത് കണ്ടെയ്നേഴ്സ് എംറ്റി ആണ്. അങ്ങനെ വരുന്ന കാർഗോ കണ്ടെയ്നേഴ്സ് കണ്ടിട്ടില്ലേ പോലീസ്, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട സാഹചര്യമില്ല, ഇ വേ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കണ്ടെയ്നർ transporting goods to or from between the place of business and the way bridge for payment at a distance of 20 kilometers accompanied by the delivery challan. അതായത് നമ്മുടെ ഗോഡൌണിൽ നിന്ന് ഇതിന്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വേ ബ്രിഡ്ജിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അതൊരു 20 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന വേ ബ്രിഡ്ജ് ആണെങ്കിൽ അവിടെ നമുക്ക് ഏത് വേണ്ട, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇ വേ ബില്ല് വേണ്ട, പകരം ഏത് മാത്രം വെച്ചാൽ മതി, ഡെലിവറി ചലാൻ മാത്രം വെച്ചാൽ മതി. And the next one, goods being transported by rail where the container of goods is the central, state government or the local authority. അതായത് ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റി ആണെന്ന് വിചാരിക്കുക, അവർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് റെയിൽ ത്രൂ ആണെങ്കിൽ അവിടെയും ഏത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇ വേ ബില്ല് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഗുഡ്സ് സ്പെസിഫൈഡ് ആസ് എക്സെപ്റ്റ് ഫ്രം ഇ വേ ബിൽ റിക്വയർഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി ആൻഡ് GST റൂൾസ്. അതായത് ഇതെല്ലാം പറയുന്നത് സെൻട്രലിന്റെ കാര്യമാണ് അല്ലേ, CGSTന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗുഡ്സ് ഈ പറയുന്നത് പോലെ എക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ആർക്ക് തീരുമാനിക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിനോ യൂണിയൻ ടെറിട്ടറിക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ള GST റൂൾസിന് തീരുമാനിക്കാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക, വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ സ്റ്റേറ്റിനകത്തുള്ള GST റൂൾസിന് തീരുമാനിക്കാം അതിന് എക്സെപ്റ്റഡ് കൊടുക്കണോ വേണ്ടയോ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു, ഇൻട്രാ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക, മൂവ്മെന്റ് നടക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിനകത്തുള്ള റൂൾസിന് തീരുമാനിക്കാം അതിന് എക്സെപ്ഷൻ കൊടുക്കണോ വേണ്ടയോ. ആൻഡ് okay, the transport of certain specified goods include the list of exempt supply of goods. Annexure to Rule 13814, goods treated has no supply as per Schedule 3, certain schedule to the central tax rate notification. അതായത് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് വരികയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. കണ്ടോ, ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൻ സ്പെസിഫൈഡ് ഗുഡ്സ് includes the list of exempted supply of goods. അതിന്റെ അനക്സർ നമ്പർ തന്നിട്ടുണ്ട്, ഗുഡ്സ് ട്രീറ്റഡ് ആസ് നോൺ സപ്ലൈ ആസ് പെർ ഷെഡ്യൂൾ 3. മനസ്സിലായി? നമുക്കത് പഠിക്കാനുണ്ട്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. സോ ആ ഷെഡ്യൂൾ 3 പ്രകാരം നോൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ സർട്ടൻ ഷെഡ്യൂൾ ടു സെൻട്രൽ ടാക്സ് റേറ്റ് നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനും വേണം ഏത്, ഈ പറയുന്ന ഇ വേ ബില്ല് ഹാജരാക്കണ്ട എന്നർത്ഥം. ഓക്കെ, സോ ഇത്രയും സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇ വേ ബില്ലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഒരു 2 കാര്യങ്ങളും കൂടെയാണ് നമുക്ക് ഇ വേ ബില്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. സോ ആ ഇ വേ ബില്ലിനകത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ടാൽ മാത്രം മതിയാവും ഇ വേ ബില്ലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, പുതിയതായിട്ട് കയറി വന്നുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റും കൂടെയാണ്. സോ ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നൊന്ന് വ്യക്തമാക്കിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.